ഇന്ന് നമ്മൾ ഒരു സോണോമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഫ്രീക്വൻസി ഓഫ് എ സി മെഷർ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അപ്പാരറ്റസ് ഫസ്റ്റ് ഒരു സോണോമീറ്റർ, ദെൻ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ 6 വോൾട്ട് വരുന്ന ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, പിന്നെ വെയിറ്റ് ഹാങ്ങർ ആൻഡ് വെയിറ്റ്സ്. ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാം. എന്നിട്ട് ഈ സോണോമീറ്ററിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു അയൺ വയർ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വയറിലാണ് നമ്മൾ വെയിറ്റ് ഹാങ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സോണോമീറ്ററിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് വരുന്നുണ്ട്. ഈ ഇലക്ട്രോ മാഗ്നറ്റ് ക്ലോസ് ആക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് നൈഫ് എഡ്ജ് പ്ലേസ് ചെയ്യുന്നത്. ദെൻ ഈ സെക്കൻഡ് നൈഫ് എഡ്ജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ നൈഫ് എഡ്ജ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റീഡിംഗ് എടുക്കുന്നത്. ഇനി നമ്മൾ വെയിറ്റ് ഹാങ്ങറിൽ വെയിറ്റ് ലോഡ് ചെയ്തതിന് ശേഷം ഒരു പേപ്പർ എടുത്ത് ഈ വയറിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഈ നൈഫ് എഡ്ജ് അഡ്ജസ്റ്റ് ചെയ്യണം. മാക്സിമം വൈബ്രേഷനിൽ ഈ പേപ്പർ താഴെ വീഴും. അപ്പോൾ നമ്മൾ ഈ രണ്ട് നൈഫ് എഡ്ജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യേണ്ടത്. ഈ ഒരു എക്സ്പെരിമെന്റിലെ കാൽക്കുലേഷന് നമുക്ക് ഈ ഒരു വയറിന്റെ തിക്നെസ് ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു സ്ക്രൂ ഗേജ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വയറിന്റെ തിക്നെസ് മെഷർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മളിപ്പോൾ ചെയ്ത പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ഡിഫറെൻറ്റ് മാസസിൽ റിപ്പീറ്റ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ടാബുലർ കോളം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാസ് എത്രയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മാസ് എന്ന് വെച്ചാൽ അത് എഴുതുക. ദെൻ ആ മാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 2 റീഡിംഗ് എടുക്കുക, അതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് m/l², അതായത് മാസ് ബൈ മീൻ ലെങ്ത്. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ക്രൂ ഗേജിൻ്റെ റീഡിങ്സ് ആണ് ചെയ്യേണ്ടത്. സ്ക്രൂ ഗേജിൻ്റെ റീഡിങ്സ് ചെയ്ത് ടാബുലർ കോളം ഫില്ല് ചെയ്യുക. നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം ലാസ്റ്റ് ഫ്രീക്വൻസി ഓഫ് എ സി എന്ന് പറഞ്ഞ ഇക്വേഷൻ ½ √g/4m m/l² എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഓഫ് എ സി എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ 50 ഹെഡ്സ് ആണ് കിട്ടുന്നത്.